ഇന്ന് അനു എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിന്റെ ഗെയിം എക്സ്പോസ് ആയ ഒരു എപ്പിസോഡാണ് ഇന്ന്. വളരെ നന്നായിട്ട് എക്സ്പോസ് ചെയ്യും. എൻഡ് ടു എൻഡ് എപ്പിസോഡിൽ അനുവിന്റെ ഗെയിം ഫുൾ എക്സ്പോസ്ഡ്. അതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുമ്പോൾ പല പി ആറുകളും വന്നിട്ട് എന്നെ ശല്യം ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ മാന്തിക്കോ, എനിക്കൊരു ചുക്കൂല, നിങ്ങൾ എന്തോരം പറഞ്ഞു. അപ്പോൾ അനുവിൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുമ്പോണ്ടല്ലോ ഭയങ്കര അറ്റാക്കാണ്, എനിക്കൊരു ചുക്കൂല, അത് നിങ്ങൾ എന്തോ ആയിക്കോ. അപ്പം ഞാൻ പറയാനുള്ളതൊക്കെ പറയും. ഇനി അനുവിൻ്റെ ഗെയിം ഞാൻ പറയാം. ഇന്നത്തെ ഗെയിമാണ് ഓക്കെ. അനുവിൻ്റെ 3 ഗെയിമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വിക്ടം കാർഡ് ഗെയിം. ഫസ്റ്റ് ഒരു വിക്ടം കാർഡ് എടുക്കും. അത് എസ്പെഷ്യലി ഈ കിച്ചൺ ഏരിയയിലാണ് പുള്ളിക്കാരി ആ കാർഡ് ഇറക്കുക. അതായത് പുള്ളിക്കാരി തെറ്റിദ്ധരിപ്പിക്കും അവിടുത്തെ ആൾക്കാരെ. എന്നിട്ട് പുറത്തെ ആൾക്കാർക്ക് ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് ലെവലാവും. അതാണ് ഫസ്റ്റ് ഗെയിം. സെക്കൻഡ് ഗെയിമാണ് CID. ആ CID മോറൽ പോലീസിങ്ങും ആ ഒരു സംഭവം ഉണ്ടല്ലോ, പുതപ്പിൻ്റെ അടിയിലൊക്കെ നോക്കുന്ന ആ ഒരു ഗെയിം. ഓക്കെ, വൃത്തികെട്ട ഗെയിം. പിന്നെ മൂന്നാമത്തെ ഗെയിമാണ്, അതിലും വൃത്തികെട്ട ഗെയിം, വിമൻ കാർഡ്. ഇന്ന് കളിച്ചത് ഇന്ന് ഏകദേശം വിക്ടം കാർഡും കളിച്ചിട്ടുണ്ട്, വിമൻ കാർഡും കളിച്ചിട്ടുണ്ട്. ഓക്കെ, പുള്ളിക്കാരിയുടെ ഗെയിമാണ് ഇത്. ഇന്ന് ബിഗ് ബോസ് എക്സ്പോസ് ചെയ്ത് കൊടുത്തു. മാത്രമല്ല അവിടുത്തെ കുറേ കണ്ടസ്റ്റൻസിന് അത് ഗെയിം അറിയുകയും ചെയ്യാം. അനുമോളുടെ ഗെയിം എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാം. മനസ്സിലായോ? അപ്പോൾ പറയാം. ഇനി ആദ്യം വിക്ടം കാർഡിലേക്ക് വരാം. രാവിലത്തെ ഇഷ്യൂ, ആ പാല് പിരിഞ്ഞു പോയ ഇഷ്യൂ ആണ് വിക്ടം കാർഡ് ഗെയിം. ഓക്കെ, അതിൽ പുള്ളിക്കാരിക്ക് അറിയായിരുന്നു 2 പാക്കറ്റും പാലുണ്ട്. അതിലൊരു പാക്കറ്റ് പാലാണ് എടുത്തിട്ട് തിളപ്പിച്ചപ്പോൾ പിരിഞ്ഞതാണെന്നുള്ളത്, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോയി വെള്ളം ഒഴിച്ചപ്പം. അത് പുള്ളിക്കാരിക്ക് അറിയാം. പക്ഷേ പുള്ളിക്കാരി അവിടെ തെറ്റിദ്ധരിപ്പിച്ചു. എന്തെന്ന് പറഞ്ഞിട്ട് അത് തൈരാണ്, അറിയാതെ പുള്ളിക്കാരി തൈര് പാക്കറ്റ് എടുത്തു എന്നുള്ളത് രീതിയിലും അത് തെറ്റിദ്ധരിപ്പിച്ചിട്ട് പുള്ളിക്കാരി അറിയാൻ പോയപ്പോൾ അവരെല്ലാവരും കുറ്റപ്പെടുത്തി. അപ്പോൾ പുറത്ത് ആൾക്കാർക്ക് എന്ത് തോന്നും, അയ്യോ പാവം, ആ തെറ്റിദ്ധരിച്ച് പോയതല്ലേ, അങ്ങനെയല്ലേ. മനസ്സിലായോ? ആ ഒരു ഗെയിമാണ് പുള്ളിക്കാരി. അത് അവിടെയുള്ള ആൾക്കാരൊക്കെ നെഗറ്റീവ് ആക്കിയിട്ട് പുള്ളിക്കാരിക്ക് പോസിറ്റീവായിട്ട് പുറത്തു പോകണം. അത് ഗെയിമാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും അത് മനസ്സിലായി. അവരൊക്കെ അത് എടുത്ത് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അനീഷ് രാവിലെ സപ്പോർട്ട് ചെയ്തു അനുവിനെ ലക്ഷ്മിയുടെ മുമ്പിൽ. പക്ഷേ രാത്രിയായപ്പോൾ അനീഷിന് മനസ്സിലായില്ലേ അനുവിൻ്റെ ഗെയിം. അനുവിനോട് പറഞ്ഞില്ലേ ഭയങ്കര അഭിനയമാണല്ലോ നീ എന്നൊക്കെ പറഞ്ഞു. നീ എന്നോട് പറഞ്ഞില്ല. കാരണം അനീഷ് വിചാരിച്ചു അത് കേടാണ്, അറിയാതെ പറ്റിപ്പോയതാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷേ അതല്ല സംഭവം, പുള്ളിക്കാരിയുടെ ഗെയിമാണത്, ഗെയിം. പിന്നെ അത് കിച്ചണിലാണ് കേട്ടോ പുള്ളിക്കാരി അതെല്ലാം എടുക്കുക. കിച്ചണിലാണ്, എന്നിട്ട് ഫുൾ എന്നിട്ട് ഒറ്റപ്പെടും, ബാക്കിയെല്ലാവരും കുറ്റപ്പെടുത്തുന്നു. ആ ഒരു ഗെയിം. പിന്നെ രണ്ടാമത്തെ ഗെയിം ഞാൻ മോറൽ പോലീസ്, അത് ഇന്ന് ചെയ്തിട്ടില്ല. ആ CIDയും ആ ഒരു വൃത്തികെട്ട കളി ഇന്ന് ചെയ്തിട്ടില്ല. കാരണം ചാൻസ് ഇല്ലല്ലോ, ഇപ്പം ജിസയിലില്ലല്ലോ, അപ്പോൾ അത് ചെയ്യാൻ നിവൃത്തിയില്ല. ഇനി വിമൻ കാർഡ് എടുത്തു. ഇന്ന് ഫുൾ ഗെയിമിൽ മൊത്തം വിമൻ കാർഡാണ്. ഏതാണ് നമ്മളെ ശാസ്ത്രം, ആ ഗെയിമിൽ ഫുൾ വിമൻ കാർഡായിരുന്നു. ഒരു ഡൗട്ടും ഇല്ല. കാരണം അവിടെ അക്ബർ എന്നുള്ള കണ്ടസ്റ്റന്റ് കളിക്കണ്ടേ? നിങ്ങൾക്ക് മാത്രം കളിച്ചാൽ മതിയോ? ബാക്കിയുള്ള ആണുങ്ങളൊന്നും കളിക്കാൻ പാടില്ലേ? നിങ്ങളുടെ അടുത്ത പേർക്ക് നിൽക്കാൻ പാടില്ല. ആ ടാസ്ക് അങ്ങനെയാണ് കളിക്കുക. അത് ഫിസിക്കൽ ടാസ്ക് ആണ്. അതിൽ തൊടാൻ പാടില്ല. അനുവിൻ്റെ പെർമിഷൻ ചോദിച്ചിട്ട് ഓരോരുത്തരുടെ ഡോൾ എടുത്തിട്ട് പോകണോ? അതെന്താണ് അനു അവിടെ ഉദ്ദേശിക്കുന്നത്? പിന്നെ അനു എന്തിനാണ് അവിടെ ബസ്സിൽ നിൽക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഒരാളെ അപമാനിക്കുന്നത്? അതിന് ഏത് റൈറ്റാണ് അനു തന്നിട്ടുള്ളത്? എന്തൊക്കെയാണ് അനു ഇവിടെ പറഞ്ഞതെന്നറിയാം. ലൈവിൽ ഫുൾ ബീപ്പായിരുന്നു അനു പറഞ്ഞ പല കാര്യങ്ങൾ. കാരണം കേൾപ്പിക്കാൻ കൊള്ളാത്ത കാര്യങ്ങളാണ് അനു പറഞ്ഞുകൊണ്ടിരുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലക്ഷ്മി. ഞാൻ ചോദിക്കട്ടെ, ലക്ഷ്മിക്ക് ഇതേ ഉള്ള സ്വഭാവം? കാണാത്ത കാര്യങ്ങളിലൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യും. ഒനീലിൻ്റെ കേസായാലും ഷാനവാസിൻ്റെ കേസായാലും ഇപ്പോഴത്തെ അക്ബറിൻ്റെ കേസായാലും ഒരു സ്ത്രീ അവിടെ എന്തെങ്കിലും വാദം ഉയർത്തി കഴിഞ്ഞാൽ അപ്പം വരും കൊടിയായിട്ട്. എന്തിനാണ് പുള്ളിക്കാരി ഒരു ഫീമെയിൽ ഷോവിനിസ്റ്റ് ആണ്. അത് മെയിലുകളെ താഴ്ത്തി, അതായത് ഏതെങ്കിലും ആണിനെ താഴ്ത്തുന്ന സംഭവം വരുവാണെങ്കിൽ പുള്ളിക്കാരി അവിടെ കൊടെടുത്ത് വരും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അത് കണ്ടിട്ടുണ്ടോ, അത് ന്യായം ഉണ്ടോ എന്ന് ഒരു സൈഡ് കേൾക്കാൻ നിൽക്കില്ല. എല്ലാ പ്രാവശ്യം പുള്ളിക്കാരി തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നും അത് ചെയ്തു. എന്നിട്ട് പറയുന്നത് ഫെയർ ഗെയിം കളിക്കണമെന്ന്. പുള്ളിക്കാരി ലാസ്റ്റ് കളിച്ചൊക്കെ ഫെയർ ഗെയിം ആയിരുന്നോ? ആര്യൻ്റെ നിന്നൊക്കെ തട്ടിപ്പറിക്കുന്നതൊക്കെ ഞാൻ കണ്ടു ലൈവിൽ. അപ്പോൾ പിന്നെ അത് ഫെയർ എവിടുന്നാണ്? അപ്പോൾ പുള്ളിക്കാരി ഇത് പറഞ്ഞതൊക്കെ തെറ്റ്. പിന്നെ എന്തൊക്കെയാണ് അക്ബറിനെ വിളിച്ചതെന്ന് അറിയാം. പുള്ളിക്കാരി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അക്ബർ എന്തിനു മാപ്പ് പറയണം? അക്ബർ അവിടെ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവിടെ എല്ലാവർക്കും കളിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ഷാനവാസിൻ്റെയും സാബുമാൻ്റെ കൂടെ പോയി ഇരിക്കണമായിരുന്നു. അല്ല മറ്റുള്ളവർ കളിക്കരുതെന്നല്ല പറയേണ്ടത്. അതാണ് ഡീസൻസി. ഇനി അനുമോൾ അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ, എന്തൊരു ലഹള, എന്തൊരു കരച്ചിലും. ഒരു പാവ പോയതിനെ അവിടെ നെവിനെ മാന്തി കടിച്ചു. അതിനൊന്നും അനുമോൾ കുഴപ്പമില്ല, അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഒരാളെ മാന്താ കടിക്കുക. അനുമോളെ ഒന്ന് അടുത്ത് വന്ന് നിന്നാൽ തൊട്ടുപോയാൽ അറിയാതെ എന്തൊക്കെ കാർഡാണ് അനുമോൾ എടുത്ത് കളിക്കുന്നത്. വിക്ടം കാർഡും ഈ വിമൻ കാർഡും ഒക്കെ ഞങ്ങൾക്ക് മടുത്തു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊന്നും മണ്ടന്മാരല്ല. എനിക്കിതേ പറയാനുള്ളൂ. ഇനി അവിടെ കടന്ന് ഇത്രയധികം പെമ്പിളേരുണ്ടായിരുന്നല്ലോ, കുറേ സ്ത്രീകളുണ്ടായിരുന്നു അവിടെ. അവർ ആദില, നൂറ, ഇവരുടെ കൂടെയൊക്കെ അനീഷും കളിച്ചിട്ടുണ്ട്. അനീഷ് നല്ലോണം ഫിസിക്കലായിട്ട് കളിച്ചിട്ടുള്ളത്. ഓക്കെ, അനീഷൊക്കെ നിന്നപ്പോൾ അവർ ഈ കാർഡൊന്നും എടുത്തില്ലല്ലോ. അവരൊക്കെ ഡീസൻ്റ് ആയിട്ട് കളിച്ചല്ലോ. പിന്നെ എനിക്ക് അറിയാതെ അനുമോൾ മാത്രം എന്താണ് ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ എന്തൊക്കെ കാണിച്ചു കൂട്ടി ആ കുട്ടി എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ അനുമോളുടെ ഗെയിം ഇന്ന് ഫുൾ ആ വിമൻ കാർഡൊക്കെ എടുത്ത് വളരെ ചീപ്പാണ്. പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അനുമോൾ പറഞ്ഞിട്ടുണ്ട് ആരെക്കുറിച്ചും, അക്ബറിനെക്കുറിച്ചും. തെറ്റാണ്.
ഒരാണായതുകൊണ്ട് അക്ബർ അത് പിടിച്ചതുകൊണ്ട് കുഴപ്പമില്ല. ശരിയല്ല, അത് മതിയല്ലോ ഒരാളെ തളർത്താനായിട്ട്. അയാൾ ആ ഗെയിം ഇട്ടിട്ട് പോകും മെജോറിറ്റി ആൾക്കാർ. അതിന് വേണ്ടിയിട്ടാണ് അനുമോൾ അത് ചെയ്ത് കൂട്ടിയത്. അപ്പം പിന്നെ എല്ലാവർക്കും അവിടെ പരിക്കേറ്റിട്ടുണ്ട്. ആർക്കും അവിടെ പരിക്കേക്കാതിരുന്നിട്ടില്ല, എല്ലാവർക്കും പരിക്കേറ്റിട്ടുണ്ട്. എല്ലാവരും മാന്തിയും പിച്ചിയും അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ അനീഷൊക്കെ അടിച്ചിട്ടൊക്കെ ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു, സംശയമില്ല. പിന്നെ ഇനി അടുത്ത് പറയാനുള്ളത് നമ്മുടെ ആരാണ്, ആദിലയുടെ ഗെയിം. ആദില എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവിടെ അക്ബറിൻ്റെ ഡോൾസ് എടുത്തു. ഓക്കെ, ഗെയിമിൻ്റെ പാർട്ടായിട്ട് അവിടെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ അവിടെ പ്രശ്നം എന്നറിയോ? ആദിലയോട് അക്ബർ സംസാരിച്ചിരുന്നു. ആദിലയ്ക്ക് മാത്രമേ എവിടെയാണ് പാവ ഉള്ളൂ എന്ന് അറിയുള്ളൂ, അക്ബറിൻ്റെ പാവ എവിടെയാണെന്ന് അറിയുള്ളൂ. അങ്ങോട്ട് പറഞ്ഞു, എൻ്റെ പാവ ഇവിടെയുണ്ട്, ആദിലയുടെ ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞ് പോയിട്ട് ആദില ഗെയിം കളിക്കുന്ന സമയത്ത് പാവ മോഷ്ടിച്ച് വന്നിരുന്ന് അത് കഴിഞ്ഞിട്ട് അക്ബറോട് സഹതാപത്തോടെ കാണിക്കുന്നു. ഇതൊക്കെ ഓഡിയൻസിലേക്ക് ഔട്ട് പോകുമ്പം ആ ഗെയിമിനൊരു നെഗറ്റീവ് എഫക്റ്റാണ് വരിക, മനസ്സിലായോ? അവിടെയാണ് ആദിലയുടെ ഗെയിമിൻ്റെ കുഴപ്പം. ആദില എന്ത് ഗെയിം കളിക്കുമ്പോഴും അവിടെ ഒരു നുണ പറയുന്നുണ്ട്. ഇന്നലെ ഷാനവാസിനോട് ചെയ്തതും അത് തന്നെയാണ്. ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തില്ല എന്ന് പറയുന്നതും അത് നുണയാണ്. നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞ് കളിച്ചാൽ എന്താ കുഴപ്പം? ഞാൻ മോഷ്ടിക്കും, അല്ലെ പറയുമ്പോൾ പറയാം, അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, അത് സൂക്ഷിച്ചോളണം എന്ന് പറയാം. അല്ലെങ്കിൽ മോഷ്ടിച്ച് കഴിഞ്ഞിട്ടെങ്കിൽ നിർത്തി പറഞ്ഞൂടെ, എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ പൊക്കും, ലാലേട്ടൻ വരുമ്പോൾ പറയും. അപ്പം നേർക്ക് നിന്ന് കളിക്കാൻ ഇച്ചിരി പേടിയുണ്ട്. അതുകൊണ്ടാണ് ആ ഗെയിമിനെ ഞാൻ ഗെയിമിംഗ് ലെവലിൽ പറയാത്തത് കേട്ടോ. അത് പിന്നെ ഇനി ഞാൻ പറയുകയാണെങ്കിൽ അക്ബറിൻ്റെ കാര്യം, ഈ സെയിം കാര്യം അക്ബറിനും ആപ്ലിക്കബിൾ. അക്ബറിന് സ്വന്തം പാവ സൂക്ഷിച്ചൂടെ? മാത്രമല്ല ലാലേട്ടൻ വന്ന് എക്സ്പോസ് ചെയ്തല്ലേ ഈ 3 പേരുടെ ഗ്യാങ് നിങ്ങളെ ഡൗൺ ചെയ്യാൻ നോക്കുന്നുണ്ടെന്ന്. അപ്പോൾ പിന്നെ എന്തിനു വിശ്വസിക്കണം? ഇവരെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. അത് അക്ബറിൻ്റെ ഗെയിമിന് പറ്റിയൊരു പാളീച്ചയാണ്. അതുകൊണ്ട് ലാസ്റ്റ് അക്ബർ ഇന്ന് കരഞ്ഞു, കാരണം വിശ്വസിച്ച് പോയി എന്നുള്ള രീതിയിൽ. പക്ഷെ അത് അക്ബറിൻ്റെ ഗെയിമിന് പറ്റിപ്പോയി തെറ്റാണത്, അത് ചെയ്യരുതായിരുന്നു. അത് അവിടെ അക്ബറിന് പറ്റിയ മിസ്റ്റേക്കാണ്. ഇനി അതുകൊണ്ട് തന്നെ അക്ബർ ലാസ്റ്റ് കിട്ടിയതൊക്കെ കുറച്ച് അരിന് കൊടുത്തു. അങ്ങനെ എന്തായാലും പുള്ളിക്കാരൻ്റെ എല്ലാം പോയി എന്നാണ് പറഞ്ഞത്. അതെല്ലാം കൂട്ടിയിട്ടാണ് അതിലിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ ഫൈൻ, അത് കഴിഞ്ഞു. ഇനി പറയാനുള്ളത് നമ്മുടെ നെവീൻ, നമ്മുടെ ആരാണ്, അനുമോളായിട്ടുള്ള രാത്രിത്തെ ഇഷ്യൂ. അപ്പോൾ ആക്ച്വലി അവിടെ അനുമോളുടെ വേറൊരു ഡബിൾ സ്റ്റാൻഡാണ് കാണിച്ചിട്ടുള്ളത്. എന്താണെന്നറിയോ? രാവിലെ ആദില പയറെടുത്ത് കഴിച്ചപ്പോൾ പറഞ്ഞു പയറെടുത്ത് കഴിക്കാൻ പാടില്ല, എല്ലാവർക്കും വേണ്ടതാണെന്ന് പറഞ്ഞു. പിന്നെ നെവിൻ ഒണീനെടുത്തപ്പോഴും സമ്മതിച്ചില്ല. അപ്പോൾ വൈകുന്നേരം പോയിട്ട് അനുമോൾ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് 2 ദോശ എന്തോ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ആർക്കാണ്? നൂറയ്ക്കും ആദിലേക്കും. അപ്പം അതെന്താ? അത് ഫെയർ അല്ലല്ലോ. അതാണ് അവിടെ ചോദ്യം ചെയ്തത് അവർ. കാരണം അനുമോൾ അത് ചെയ്യുമ്പം അത് തെറ്റാന്ന് പറയുമ്പം അനുമോൾ ചെയ്യുന്നതൊക്കെ കോൺട്രഡി. അനുമോളുടെ ഗെയിമിൻ്റെ പ്രോബ്ലം ഇതാണ്. അനുമോൾ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം പുള്ളിക്കാരി തന്നെ ചെയ്യും. അതായത് അമ്മനെ വിളിക്കരുതും വീട്ടിൽ വിളിക്കരുതെന്ന് പറഞ്ഞാൽ ഇന്നലെ അമ്മൂമ്മനെ പോയി വിളിച്ചു. പിന്നെ ഈ മാവിൻ്റെ കാര്യം, കടലമാവിൻ്റെ കാര്യം, മറ്റു സംഭവങ്ങളൊക്കെ ഈക്വലി ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവസാനം പുള്ളിക്കാരി തന്നെ അത് കഴിക്കുകയും ചെയ്തു. അപ്പോൾ അവർക്ക് കൊടുത്തുമില്ല. അപ്പോൾ പുള്ളിക്കാരി തന്നെ എല്ലാം കോൺട്രഡിക്റ്റ് ചെയ്യുവാണ്. എല്ലാ കാര്യം പുള്ളിക്കാരി ചെയ്യും. അത് മനസ്സിലായോ? ഒരാളെ ഫിസിക്കലി അറ്റാക്ക് ചെയ്തത് അത് ചെയ്യാൻ പാടില്ല എന്നിട്ട് പോയി എന്തിനാണ് നെവീനെ പോയി മാന്തയും പിച്ചയും കടിക്കുകയൊക്കെ ചെയ്തത്? അപ്പോൾ എല്ലാം കോൺട്രഡിക്റ്റ്. അപ്പോൾ പുള്ളിക്കാർ ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റ്, ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ ഒക്കെ തെറ്റുമാകുന്നു. അതാണ് അനുമോളുടെ ഗെയിം അവിടെ എക്സ്പോസ് ആയി പോകുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്, അനുമോളുടെ ഗെയിമും ബാക്കി എല്ലാവരുടെ ഗെയിമും. ഇനി നാളെ അനുമോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നാളെ വേറെ ആരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഈ സീക്രട്ട്. എനിക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഗെയിം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി വേറെ എക്സ്ട്രാ ഗെയിം വരുവാണെങ്കിൽ കൂടുതൽ പോയിന്റ് ഇട്ടുവാണെങ്കിൽ ചിലപ്പോൾ അക്ബർ മുകളിലേക്ക് വരാൻ, താഴ്ത്തിട്ട് പോകാം. എന്തായാലും ഇന്നത്തോടെ അക്ബർ താഴ്ത്തിട്ട് പോയിട്ടുണ്ട്. ഇന്ന് ടോപ്പിൽ നിന്നിട്ടുള്ള ആര്യനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അനീഷ്, പിന്നെ അത് കഴിഞ്ഞിട്ട് അനുമോളാണ് വന്നത്. അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ്. ഇനി ആദില ഇവരോട് പോയി അനുമോളോടൊക്കെ പോയി കൺഫസ് ചെയ്യുന്നുണ്ട്. ആ കൺഫസ് ചെയ്യുന്ന സീനിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുതരം അത് ഭയങ്കര ഗെയിമർ ലെവലിൽ എനിക്ക് തോന്നിയില്ല. കാരണം നെഗറ്റീവ് ഷെയ്ഡ് വരുന്നുണ്ട്, അതാണ് പ്രശ്നം. ഒരു നെഗറ്റീവ് ഷെയ്ഡ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ കംപ്ലീറ്റ്ലി നെഗറ്റീവ് എന്നല്ല. ആദിലയുടെ ഫാൻസിന് ചിലപ്പോൾ ആദിലയുടെ പോസിറ്റീവായിട്ട് തോന്നും. ഞാൻ ഓവറോൾ നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഷെയ്ഡ് വരുന്നത് അതെന്താണെന്ന് അറിയോ? അവിടെ ഒരു വിശ്വാസ വഞ്ചന വന്നു. ഒരു വിശ്വാസ വഞ്ചന എന്നുള്ള സംഭവം വന്നുകൊണ്ടാണ് അതൊരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകുന്നത്. അതുപോലെ ആദില ഷാനവാസിനോട് ചെയ്തപ്പോഴും അതൊരു വിശ്വാസ വഞ്ചന. കാരണം ആദിലയുടെ നുണ പറയുന്നുണ്ട്, മനസ്സിലായോ? അതാണ് ആദിലയുടെ ഗെയിമിനുള്ളൊരു ഡൗൺഫോൾ, അത്രയേ ഉള്ളൂ. അത് നേരിട്ട് മുഖത്ത് നോക്കി പറഞ്ഞ് കളിച്ചാൽ അത് വരില്ല. അത് ഓഡിയൻസിലേക്ക് ഓപ്പൺ ആയി. കാരണം ഓഡിയൻസിന് ഇത് അറിയാം, ബാക്ക് ഓഫ് ദ മൈൻഡ് അവരുടെ ഇതിൽ കിടപ്പുണ്ട്. അതിലിത് ചെയ്യുന്നുണ്ട്, അതിൽ ചെയ്യുന്നു എന്നിട്ട് പറയുന്നത് കണ്ടില്ലേ, മനസ്സിലായോ? അതുകൊണ്ടാണ് അതിലയുടെ ഗെയിമിന് ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡ് വരുന്നത്, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് പോസിറ്റീവായി മാറിയാണ്, മനസ്സിലായോ? ഇനി ഇതൊക്കെയാണ് മെയിനായിട്ട്. അപ്പോൾ ആര്യനാണ് ഇപ്പോഴും ലീഡിങ്ങിൽ നിൽക്കുന്നത്. പിന്നെ നമ്മൾ അനുമോൾ കയറി വന്നിട്ടുണ്ട്. ഇനി നാളത്തെ ഇത് കഴിയുമ്പോൾ നമുക്കറിയാം എന്താണ് ഉണ്ടാവുന്നതെന്ന് നമുക്കറിയാം. നോക്കാം. ഇനി ചിലപ്പോൾ മുകളിലോട്ട് കയറാം, ആര്യൻ താഴത്തോട്ട് വരാം, വേറെ ആൾക്കാർ മുകളിലോട്ട് കയറുമോ, ഇനി ചീറ്റിംഗ് നടത്തുമോ എന്നൊക്കെ അറിയില്ല. എനിക്ക് പ്രമോ കണ്ടപ്പോൾ തോന്നിയത് പിന്നെയും ചീറ്റിംഗ് നടത്താൻ സാധ്യതയുണ്ട്.
അത് ബിഗ് ബോസിനോട് ചീറ്റിംഗ് നടത്തുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കണ്ടത്. പ്രൊമോയിൽ ഒരു സ്ക്രാച്ച് കാർഡ് ഉണ്ടല്ലോ, അത് ഒളിപ്പിച്ച് അവരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പാടില്ല. ഗെയിമായിട്ട് എടുക്കണം. ചീറ്റിങ്ങിനൊരു ഒരു ഡീസൻസി ഇല്ലേ? എല്ലാത്തിനും ഒരു ഡീസൻസി വയ്ക്കാതെ കളിക്കുമ്പോഴാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. എസ്പെഷ്യലി ഇവരൊക്കെ പേഴ്സണലാണ്, എല്ലാം പേഴ്സണലാണ് കളിക്കുന്നത്. അതിലൊക്കെ പേഴ്സണലിൻ്റെ ഒക്കെ ഹൈ ലെവലിലാണ് ഇവർ പേഴ്സണലായിട്ടാണ് ഗെയിം എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അതിലേക്ക് അവിടെ എല്ലാവരുടെയും ഒരാളുടെ മാത്രം എന്തുകൊണ്ടാണ് മോഷ്ടിച്ചത്? അക്ബറിൻ്റെ മാത്രം എന്തുകൊണ്ടാണ് മോഷ്ടിച്ചത്? അത് പേഴ്സണൽ ഇഷ്യൂ ഉള്ളതുകൊണ്ടല്ലേ. വേറെ ആരുടെയും മോഷ്ടിച്ചില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, പേഴ്സണലായിട്ടാണ് ഇവരെല്ലാം എടുക്കുന്നത്. അനുമോളായാലും നെവീനായാലും ഒക്കെ പേഴ്സണൽ. ഇനി ഞാൻ പറയാം, നെവീൻ എന്നുള്ള ആൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ലാസ്റ്റ് ഉണ്ടായ ഇഷ്യൂവിൽ വന്നിട്ടുണ്ടല്ലോ, മറ്റേ ദോശ ഉണ്ടാക്കിയ ഇഷ്യൂവിൽ പുള്ളിക്കാരൻ കുറച്ച് ഓവറാണ്. ഓബ്വിയസ്ലി അനുവും ഓവറാണ്. അനുവിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ ഓഫ് കണ്ടസ്റ്റൻ്റാണ് നെവീൻ. ശരിക്കും എനിക്ക് തോന്നി. കാരണം ലാസ്റ്റ് അനുവിനെ കൊണ്ട് അത് ആ പാവ എടുത്തുകൊണ്ട് പോയി അനുവിൻ്റെ പെർഫ്യൂം എടുത്തുകൊണ്ട് പോയിട്ടൊക്കെ അതിനൊന്നും അടക്കം നിർത്താൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നെവീൻ. ശരിക്കും പറഞ്ഞാൽ നെവീൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും. കാരണം ഒരു ലൈഫുണ്ട് ആ ബിഗ് ബോസ് ഷോയിന് നെവിനെ കൊണ്ട്. സത്യമായിട്ടും അവിടെ കണ്ടന്റ് നൂറ ലക്ഷ്മീനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നൂറയും ലക്ഷ്മിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയൊരു അവിടെ ഒരു ഗെയിം ചേഞ്ച് ഇല്ല. ശരിക്കും പറഞ്ഞാൽ അവരുണ്ടായാലും ഇല്ലെങ്കിലും നമുക്ക് വലിയ വ്യത്യാസം തോന്നില്ല. മനസ്സിലായോ? പക്ഷേ ഈ നെവിൻ ഇല്ലെങ്കിൽ നമുക്ക് ആ വ്യത്യാസം തോന്നും ആ ഗെയിമിൽ. അതാണ് നെവീൻ്റെ വ്യത്യാസം. മനസ്സിലായോ? അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓവറോൾ ഞാൻ വേറെ ഒന്നും വിട്ടുപോയില്ല എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും കളിക്കാൻ വരുന്നതാണ് അനുവിൻ്റെ ഗെയിം കുറച്ച് ഇനി പറ്റില്ല. ഇനി അനു ഇത് തന്നെ കളിക്കത്തുള്ളൂ. അനുവിൻ്റെ ഗെയിം ഇതാണ്. ഇനി PR വന്ന് എന്നെ കുറ്റം പറഞ്ഞാലൊന്നും എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറയാനുള്ളത് പറയും. എനിക്കിവിടെ ഫേവറേറ്റ്സ് ഒന്നുമില്ല. എനിക്ക് തെറ്റ് തോന്നിയാൽ ഞാൻ തെറ്റെന്ന് തന്നെ പറയും. ശരി തോന്നിയാൽ ഞാൻ ശരി എന്ന് പറയും. മനസ്സിലായോ? അത്രയേ ഉള്ളൂ എൻ്റെ റിവ്യൂ. അപ്പോൾ ഇനി നാളത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം. അതുവരെ ബൈ.